ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോ കുറകൾക്ക് ശേഷം, അതായത് ഒരു മാസത്തിന് ശേഷം പുതിയൊരു ന്യൂ ഇയറിലേക്ക് നമ്മൾ കിടക്കാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും, പല ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലൈഫ് ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെസ്റ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇയർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നു, അത് പിന്നെ എൻഡ് ചെയ്യുന്നു. എല്ലാ ദിവസവും ഫ്രഷാണ്. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ശരീരത്തിലെ ഓരോ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. കോശങ്ങള്, സെൽസ്, ഇതൊക്കെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും സെൽസും ഒക്കെ റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മളിൽ എവിടെയൊക്കെയോ പണ്ട് മുതലേ ഉള്ള, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യം മുതലേ ഉള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ പോയിട്ട് കുളിച്ച് ഫ്രഷായി നമ്മുടെ ബോഡിയൊക്കെ ഫ്രഷ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയൊക്കെയോ ആദ്യത്തെ പോലെ തന്നെയായിട്ട് അവശേഷിക്കുന്നുണ്ടാവും. നമ്മളിലുള്ള പല ഓർമ്മകളും പല കാര്യങ്ങളൊക്കെ ആ ഒരു ഉം, ഇപ്പോ ജനിച്ച അന്ന് മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഡ്രോമാസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇപ്പോ ഒരു കുട്ടി ജനിച്ച ടൈമിൽ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, നീ കറുത്തതാണല്ലോ, നീ എന്താ ഇങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ. ഇപ്പോൾ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ മാതാപിതാക്കളുടെ ചിന്തകള്, അവരുടെ ടോക്ക്, ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ആ കുട്ടിയെ നോക്കി കാണുന്നത് റബ്ബിന്റെ എന്താണ് പറയുക, അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അവരായിട്ട് നിൽക്കാൻ നമ്മൾ അനുവദിക്കണം. പക്ഷെ പല പേരൻസിനും അവരറിയില്ല, പല പേരൻസും വിക്ടിംസ് ആണ്. അവരുടെ പേരന്റിങ് സ്റ്റൈല്, അവരുടെ ഉമ്മമാരും അവരുടെ വാപ്പമാരും ചെയ്തിട്ടുള്ള ആ ഒരു പേരന്റിങ് സ്റ്റൈല് ചിലപ്പോൾ ഒരു പട്ടാള ചിട്ടയാണെങ്കിൽ അതേ ഒരു രൂപത്തിലായിരിക്കും അവരും അവരുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ അവർ വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എൻ്റെ മക്കളെ കെയർ ചെയ്യും, അവർക്ക് വേണ്ട ഫ്രീഡം ഒക്കെ കൊടുക്കും എന്നൊക്കെ വിചാരിച്ചാൽ പോലും എവിടേക്കോ ആ സ്റ്റൈലും ആ ചിന്തകളും ആ പാറ്റേൺസും ഒക്കെ വീണ്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാ, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും ഞാനാകുന്ന എ- 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 എന്നെ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം വരുന്നത് ഇതൊക്കെ കൂടിയിട്ടായിരിക്കും. ഏ അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഞാനായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ടോ, പല കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഫിയറാണ്, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ശത്രു ഇരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരാണ്, എൻ്റെ സാഹചര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും എവിടെയൊക്കെയോ അതിൻ്റെ ഒരു പോയിന്റ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയറാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയർ കൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ പേടി തോന്നുന്നത്, ഇത് നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ചിലപ്പോൾ പുറത്തുനിന്ന് ആരും ഇല്ലായിരിക്കും ചോദിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു നമ്മളുടെ സെൽഫ് ഉണ്ട്. ആ ഒരു സെൽഫിൽ നിന്നാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയാൽ, സൗണ്ട് കുറവുണ്ടോ? ഏ എല്ലാവർക്കും സൗണ്ട് കുറവുണ്ടോ? ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് സൗണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞത്? അവർ ജസ്റ്റ് ഒന്ന്, ഒന്നെങ്കിൽ ഫോണിന്റെ സൗണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പ് കോൾ ചെയ്തപ്പോൾ ചിലപ്പോൾ സൗണ്ട് പോയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു സൂമിനകത്ത് ഒരു സ്പീക്കറിന്റെ ചിഹ്നം ഉണ്ടാവും. ആ ഒരു ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സ്പീക്കർ, അതുപോലെ ഹെഡ്സെറ്റ്, അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സ്പീക്കർ എന്നുള്ള ആ ഒരു ഇതിലിട്ടാൽ നല്ല സൗണ്ടിൽ കേൾക്കാൻ പറ്റും.
ചിലപ്പോൾ എന്തെങ്കിലും കോള് വന്നാലൊക്കെ നമ്മുടെ സൗണ്ട് പോകും, നമ്മുടെ സൂമിന്റെ സൗണ്ട് പോകും. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള പല പാറ്റേൺസും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു വലിവ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെ ഇപ്പോൾ ഒരാൾക്ക് ഒരു എന്താ പറയാ, ഒരു കൊടുമുടി കീഴടക്കണം, ഇല്ലെങ്കിൽ ഒരു മല കയറണം. അപ്പോൾ ആ ഒരു മല കയറാൻ വേണ്ടിയിട്ട് ഇയാൾ പോകുമ്പോൾ ഇയാളുടെ ഉള്ളില് എന്താ പറയാ, ഒരുപാട് മാലിന്യങ്ങളും സംഭവങ്ങളും. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ആവശ്യമില്ലാത്ത എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും മാലിന്യങ്ങളാണ്, അല്ലേ? ആവശ്യമില്ലാത്ത എക്സ്പീരിയൻസ്, നമ്മുടെ പാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ തീർച്ചയായിട്ടും മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ കൊണ്ട് ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇയാൾക്ക് ഒരിക്കലും ആ ഒരു വേഗതയിൽ, ഇല്ലെങ്കിൽ നല്ലൊരു രൂപത്തിൽ ഇയാൾക്ക് ഈ ഒരു മല കയറാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ഇയാൾക്ക് വളരെ ഫ്രീ ആയിട്ട് കയറാം. തൻ്റെ ഉള്ളിൽ, തൻ്റെ പുറത്തുള്ള ആ ബാഗൊക്കെ അഴിച്ചു വെച്ചിട്ട് വളരെ സ്വതന്ത്രമായിട്ട് കയറുമ്പോൾ ഇയാൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് കയറാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിൽ ഈ ആവശ്യമില്ലാത്ത പിടിവള്ളികൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പറ്റുമോ, അത് വേണോ? മറ്റുള്ളവരുടെ ചിലപ്പോൾ അഭിപ്രായങ്ങളായിരിക്കും, നിന്നെ കൊണ്ടൊക്കെ വല്ലതും പറ്റുമോ എന്നുള്ള അഭിപ്രായങ്ങളായിരിക്കും. അവര് ഒരു തവണയേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, നിനക്കൊക്കെ വല്ല കഴിവുണ്ടോ, നിനക്കത് ചെയ്താൽ ശരിയാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു തവണയേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മളത് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാല് ഏം, നമ്മൾ എന്നിട്ട് അവരെയും എന്താ പറയാ, അവരെയും കൂടിയിട്ടോ, എന്നാലും അവരെന്തിനും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും എന്താ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രയാസം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രശ്നം, എൻ്റെ ഭർത്താവുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പിൽ നല്ല ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷൗട്ട് ചെയ്യുന്നത്, ഒരു തവണ അദ്ദേഹം രാവിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ ഷൗട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, അതെന്റെ മനസ്സിൽ വെച്ചു. എന്നാലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു കുറച്ചൊന്ന് ഒന്ന് ഇതായപ്പോഴത്തേക്കും എന്തിനാ എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ, ഇത് നമ്മൾ ഒരു തവണ ചിന്തിച്ചു. പിന്നെ വീണ്ടും കുറച്ചു നേരം, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് കൊണ്ട് നടക്കാൻ ഈ ഒരു സംഭവം മതി. ഈ ഒരു കാര്യം എന്ത് ചെയ്യാ, ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഒരു തവണ നമ്മൾ ചിന്തിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ പുറത്ത് കൊടുക്കേണ്ടവളല്ലേ, ഞാൻ പുറത്ത് കൊടുക്കാം, ഓക്കെ, അത് ക്ഷമിച്ചു കൊടുക്കാം, നമ്മൾ വിട്ടു കൊടുക്കണമെന്നല്ലേ, എന്നല്ലെങ്കിൽ നമ്മുടെ ഭർത്താവല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അത് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അല്ല പറഞ്ഞേക്കുന്നത് പുറത്തു കൊടുക്കാനല്ലേ. ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയൊക്കെയോ ഈ ഒരു ഇമോഷനെ ഒന്ന് സപ്രസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താ പറയുക, നമ്മുടെ ഏം, നാഗവല്ലി പുറത്തിയാടുക എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അടുത്ത തവണ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഇമോഷനും ആ പറഞ്ഞ ഇമോഷനും ഒക്കെ കൂടിയിട്ട് വളരെ വയലന്റ് ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും ഈ ആദ്യത്തെ ഇമോഷനും രണ്ടാമത്തെ കാര്യങ്ങളും കൂടെ കൂടിയിട്ട് കൂടുമ്പോഴാണ് രണ്ടാമത് ഈ ഇത്രയും വയലന്റ് ആയിട്ട് നമ്മൾ പെരുമാറാനുള്ള ഒരു കാരണം ഉണ്ടായിട്ട് വരിക. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മൾ തന്നെ വിചാരിക്കും, ഇതെന്തിനാ ഞാനിപ്പോൾ ഇത്രയും പൊട്ടിത്തെറിച്ചത്, ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ലോ. അപ്പോഴാണ് ഈ ആദ്യത്തെ ഇൻസിഡൻറ്റും രണ്ടാമത്തെ ഇൻസിഡൻറ്റും ഇങ്ങനെയുള്ള മാലപ്പടക്കങ്ങൾ പോലെ കുറച്ച് ഉണ്ടാവും, നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു സ്റ്റോറി കേൾക്കാറുണ്ട്. ഒരു കളരിയില് ഒരു കളരിയില് അവര് ഉം, ഇത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഈ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇവരോട് ആ കളരിയിൽ ആശാൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റത്തെ ആ ഒരു അടവ് പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നുമല്ല, ആദ്യം നിങ്ങളെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വാ. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ വിദ്വേഷമോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് വാ.
എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നാലേ നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോ അടവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും പഠിക്കാനും പറ്റുള്ളൂ എന്നൊരു. അപ്പോൾ എല്ലാവരും അംഗീകരിക്കും. അതിൽ കുറച്ചൊരു മൂന്നാല് പേര് എന്തു പറയും, എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല, എനിക്ക് എൻ്റെ എന്താ പറയാ, എൻ്റെ പിതാവിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അയാൾ കൊന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് എന്തൊക്കെയോ കുറച്ച് ഒരു നാലാളുകള് വളരെ പ്രയാസത്തില് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്ത ആളോട് എനിക്ക് പൊറുക്കാൻ വേണ്ടി പറ്റൂല, ഇത് ചെയ്ത ആളുകളോട് എനിക്ക് പൊറുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു പറഞ്ഞു ഓക്കെ, നിങ്ങള് ആ ഓക്കെ, നിങ്ങൾക്ക് അത്രയ്ക്കും പ്രയാസം ഉണ്ടല്ലേ ആ കാര്യത്തിൽ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ വേണ്ടി പറ്റണില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തത്ര പ്രയാസമായിട്ട് ഈ കളരിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, നിങ്ങള് ഇന്ന് രാത്രി വരിക, ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം, അത് നിങ്ങൾ ചെയ്തിട്ട് ഓക്കെ, അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നിട്ട് നിങ്ങൾ തുടർ പഠനം നടത്തണമെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ ഇതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് അനുവാദം കൊടുക്കും. അങ്ങനെ ഈ നാല് ശിഷ്യന്മാരും, അവർ ശിഷ്യന്മാരായിട്ടില്ല, കളരിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ നാല് ആളുകൾ എന്ത് ചെയ്യും, അവര് രാത്രി ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ഗുരു ഇവർക്ക് നാല് പേർക്കും കുറച്ച് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ട് പറയും, ഈ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യാ, നിങ്ങൾ സഞ്ചിയിലാക്കിയിട്ട് ഈ നാട് മൊത്തം നിങ്ങൾ കറങ്ങിയെടുക്കാം. അപ്പോ സൗണ്ട് ഇപ്പോഴും കുറവുണ്ടോ? എല്ലാവർക്കും സൗണ്ട് കുറവുണ്ടോ? ആരോ ഒരാൾ നേരത്തെ സൗണ്ട് കുറവെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തതാണ്. കുറവുണ്ടോ? ഇപ്പൊ ഓക്കെ ആയിക്കണു മാം. ഓക്കെ. ആ ഓക്കെ ഓക്കെ. അപ്പോ എന്ത് ചെയ്യാ, അപ്പൊ ഇവർക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ദിവസം ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ നാടൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നാടൊക്കെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവര് പോകും. അങ്ങനെ ഇവര് നാല് പേരും ആദ്യമൊക്കെ വലിയ സ്വീകരണമായിരിക്കും, കാരണം ഈ ഗുരുവിന്റെ ശിഷ്യന്മാരാലോ, അപ്പൊ പ്രശസ്തനായി അറിയപ്പെട്ടിട്ടുള്ള ഗുരുവാണ്. അപ്പം ഈ ശിഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സൽക്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കോളായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ എന്തോ പ്രയാസം അനുഭവപ്പെടാൻ തുടങ്ങും. ആദ്യത്തെ ദിവസമൊക്കെ ഇവർ ഈ ഉരുളക്കിഴങ്ങ് തലയിൽ വച്ചിട്ട് രാത്രി ആവുമ്പോൾ ആ തലയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഈ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഉള്ളിലിരുന്ന് ചീഞ്ഞിട്ട് ഇവർക്ക് അതിൽ തല വെക്കാനൊന്നും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇവർ സൈഡിലൂടെ പോകുമ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, മൂക്ക് പൊത്താണ്, ഭയങ്കര സ്മെല്ലായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചീഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ആളുകളും ഇത് എന്താണ് എന്നുള്ള രീതിക്ക് ഇവരിങ്ങനെ നോക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെയൊക്കെ നോക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായി എന്തോ വളരെ പ്രയാസമായി ഇവർക്ക്. അങ്ങനെ ഇവർ ഒരു ദിവസം കൂടി ഒന്ന് കഷ്ടപ്പെട്ട് നിൽക്കും. പിന്നെ വീണ്ടും വീണ്ടും ആയി കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും, ഇത് ഇനി പിറ്റേ ദിവസം കൂടി ആവുമ്പോൾ ഇവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് ആകെ പ്രശ്നമാണ്. ഇവരങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് കളഞ്ഞിട്ട് ഇവര് ഗുരുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് ഗുരു അപ്പൊ ഇവരോട് പറയും, ഇതുപോലെയാണ്, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങായിരുന്നു, ഈ ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉള്ളിൽ ഇട്ടപ്പോൾ അതെന്തായി, അത് ചീഞ്ഞ് 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 ഇത് എത്ര നാള് നമ്മൾ ഇത് കൊണ്ടെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും അത് അഴുക്കാവുന്നുണ്ടാവും അല്ലേ? അപ്പൊ അത്രയ്ക്കും അത് വൃത്തികേടാവുന്നുണ്ടാവും. അപ്പൊ നമുക്കും നമ്മുടെ ഉള്ളിലും ഇതുപോലെയുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഞാൻ കൊണ്ട് നടക്കണ്ട, ഓരോ പ്രയാസങ്ങൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കാര്യങ്ങൾ, നമ്മളിങ്ങനെ ഓരോ സൂഫി ചരിത്രങ്ങളും അല്ലെങ്കിൽ മഹാന്മാരുടെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ ചരിത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവരെയൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ അവർ അതേമാതിരി തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് അവരോട് ശിഷ്യന്മാർ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവിടുത്തെ ആ ഒരു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തെ പ്രപഞ്ചത്തോളം വിശാലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ അവിടെ നിന്ന് അത്രയും കാരുണ്യം കാണിക്കാൻ വേണ്ടി പറ്റും.
അതുപോലെ ഇപ്പോ അതുപോലെ ഈ എന്താ പറയാ മെഡിറ്റേഷനും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ കാമായിട്ട് റിലാക്സ് ആയിട്ട് അവരിൽ തന്നെ ഇങ്ങനെ സന്തോഷം ആസ്വദിച്ചിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ശ്രീബുദ്ധന്റെ ഒരു കഥ പറയുന്ന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ആള് ശ്രീബുദ്ധനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പോ ഈ ചീത്തയൊക്കെ കേട്ടിട്ട് ശ്രീബുദ്ധന് ഒരു അനക്കൂല, കൂടെയുള്ള അനുയായികള് തരിക്കുന്നുണ്ട്. പക്ഷെ ശ്രീബുദ്ധൻ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് അവരിങ്ങനെ അടക്കി പിടിച്ചിരിക്കുക. ലാസ്റ്റ് ഈ ചീത്ത പറഞ്ഞ് പറഞ്ഞ് ഇയാൾക്കൊരു കുലുക്കം ഇല്ലാണ്ടായിട്ട് ഈ ചീത്ത പറയാൻ വന്ന ആൾ എന്തായിരുന്നു, നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ, എന്താ ഇങ്ങനെ കണ്ണും അടച്ചിരിക്കുന്നത്, നിങ്ങളൊക്കെ കൂടി പറ്റിക്കാണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഈ ദേഷ്യം കൊണ്ട് ഇയാൾ അനങ്ങുന്നില്ലല്ലോ, ശ്രീബുദ്ധന് ഒരു അനക്കം പോലും വന്നിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ദേഷ്യം കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കല്ലിനും ഒക്കെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഒരു കുലുക്കം ഇല്ലാണ്ടിരിക്കുമ്പോ നമുക്ക് എന്താ പറയാ, നമ്മുടെ ദേഷ്യം മാറുന്നില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നല്ലാതെ അതിങ്ങനെ മാറാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കാലുകൊണ്ട് കല്ലിനിട്ടും മരങ്ങൾക്കൊട്ടൊക്കെ ഇടിച്ച് സ്വന്തമായിട്ട് മുറിവൊക്കെ പറ്റിയിട്ടാണ് ഇയാൾ തിരിച്ചു പോകുന്നത്. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞ് അങ്ങൊന്ന് ഞൊടിച്ചാ മതിയായിരുന്നല്ലോ, ഞങ്ങള് ഞങ്ങള് ശരിയാക്കിയേനേലോ എന്നുള്ള രീതിക്ക് ചോദിച്ചപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഒരു സമ്മാനം കൊണ്ടുവന്നു, എനിക്കത് വേണ്ടായിരുന്നു, അയാൾ തന്നെ അത് തിരിച്ചു കൊണ്ടുപോയി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാലിന്യാണ് അല്ലേ? കുറെ അനാവശ്യമായിട്ടുള്ള വാക്കുകളും സംസാരങ്ങളും കാര്യങ്ങളും, ഈ മാലിന്യം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലിന്യം വലിച്ചെറിഞ്ഞ് കളിക്കാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് നീ ഇത് പിടിച്ചോ, ഞാനിത് പിടിക്കാം, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കാം. പക്ഷെ ലാസ്റ്റ് ആ ഒരു എയർ മാത്രമായിട്ട് അവിടെ പോകും. നമ്മൾക്കും വിഷമം ഉണ്ടാവും, അവർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ നമുക്ക് എങ്ങനെ ഇത് പറ്റാന്ന് വിചാരിച്ചില്ല, അവര് ശ്രീബുദ്ധനല്ലേ, അവരങ്ങനെയല്ല, അവരിങ്ങനെയല്ലേ, ശരിക്കും ഓക്കെയാണ്. നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നതൊന്നും നമ്മൾ വിചാരിക്കാം, ആ അവരങ്ങനെ പറഞ്ഞോട്ടെ, ഓക്കെ, ഞാൻ ഇനി മുതൽ ക്ഷമിക്കാം, ഇതൊന്നും ഞാൻ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പറഞ്ഞാലും ഓക്കെ, അത് കുഴപ്പമില്ല, അവരെ എല്ലാവരും എനിക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ തോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും മറ്റുള്ള ആളുകളെ നമ്മളെ കൊള്ളുന്ന, ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്കറിയാൻ പറ്റും, നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പാസ്റ്റില് നമ്മുടെ കുഞ്ഞി ഭർത്താവ് എല്ലാ വീട്ടിലേക്ക് ഇൻഷാല്ല ഞാൻ പറയാട്ടോ. അപ്പോൾ അതിനുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളിങ്ങനെ വിചാരിക്കും, ഇതൊന്നും ഞാൻ ഉള്ളിലേക്ക്, ഇപ്പോൾ ഭർത്താവ് നമ്മളെ എല്ലാ ദിവസവും ഷൗട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് ഞാൻ ഇനി നടക്കില്ല. ഞാൻ കുറച്ച് എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, അദ്ദേഹം ഇപ്പൊ ഭർത്താവല്ലാന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ വേറൊരാളാണെന്ന് വിചാരിച്ചു, ഇയാളൊന്ന് മരിച്ചാൽ മതി, എന്താ എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഇയാള് എന്താ എത്ര ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുകയാണെന്ന് വെച്ചോ. പക്ഷെ ഈ ഓരോ വിചാരവും ആരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് നമ്മളെയാണ്. അവരെ കുറിച്ചിട്ടുള്ള വെറുപ്പ്, വിദ്വേഷം, പക, ഇതുപോലെയുള്ള അവരെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന ദേഷ്യം പോലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമാണ് ഏറ്റവും കൂടുതൽ മുറിപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് മരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മളാണ് വിഷം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏഹ് വേറൊരാളെ കുറിച്ച് വെറുപ്പ് വച്ചാല് നമ്മളെ തന്നെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ ഇനി മുതൽ എൻ്റെ ഭർത്താവ് ഓരോന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാനത് അതിൻ്റെ രീതിക്ക് എടുക്കുള്ളൂ, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാലും ചിലപ്പോൾ അദ്ദേഹം ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഫീൽ ആവാം. അത് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷൗട്ടിങ് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റണം? ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റണം.
നമ്മുടെ ഉള്ളില് ഇപ്പൊ നമ്മൾ ഒരാള് അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞു എന്നിരിക്കട്ടെ. അനാവശ്യമായിട്ട് ചീത്ത പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാ അയാൾ എന്നെ ചീത്ത പറഞ്ഞത്, എന്തിനാ അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്തതെന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്തിനാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു സന്ദർഭമുണ്ട്. ഏ ഓ ഞാൻ ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു രാവിലെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം അതിന് നല്ല സൂപ്പറാണെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അന്നും എന്നെ ചീത്ത പറഞ്ഞു വന്നിരിക്കട്ടെ. അപ്പോൾ അന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ നല്ല ദേഷ്യം വരും, അല്ലേ? അപ്പോൾ ഇന്ന് ഈ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഞാനിപ്പോൾ ഇത്രയും ചീത്ത കേട്ടതെന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ആ ഒരു സന്ദർഭത്തിന് നമ്മൾ പുറത്തു കൊടുക്കുക. ഓ, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, ആ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു. ചിലപ്പോ ഞാൻ എന്നാലും ഇന്ന് വീട്ടിൽ പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറെ ചീത്തയാക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഓ, അങ്ങനെ ചോദിക്കാൻ വേണ്ടായിരുന്നു എന്ന് ലാസ്റ്റ് നമ്മൾ ആ ഒരു സന്ദർഭത്തിന് നമ്മൾ കുറ്റപ്പെടുത്തും. ശരിക്കും റബ്ബ് തന്നിട്ടുള്ള ഓരോ സമയങ്ങളല്ലേ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും റബ്ബ് തന്നിട്ടുള്ള ഗിഫ്റ്റ് അല്ലേ. നമുക്കിപ്പോ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് അല്ലേ. നമ്മൾ ഈ ഒരു സമയത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ സന്ദർഭത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ സ്ഥലത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ റബ്ബിനെ കൂടി ഇട്ടല്ലേ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം ഉണ്ടായ സന്ദർഭത്തിന് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുക. നമ്മുടെ സെൽഫിന് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഭർത്താവിന് ആരാണ് നമ്മൾ ഷൗട്ട് ചെയ്തത് അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഫോർഗീവ്നെസ് ഒരു ഡിഫറെൻറ്റ് ടൈംസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫോർഗീവ്നെസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല ഏരിയാസിനും നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫോർഗീവ്നെസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലേക്ക് വരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു സന്ദർഭത്തിനും ആ സ്ഥലത്തിനും അതുപോലെ നമുക്കും ആ ചെയ്ത ആൾക്കും ഒക്കെ നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ ആ ഒരു രൂപത്തിൽ നമുക്ക് ഫോർഗിവ്നെസ് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അത് ഫുള്ളായിട്ടൊരു ഹീലായിട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ മാലിന്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് എത്തിച്ചേരാന് പല ആഗ്രഹങ്ങളും ഇല്ലെങ്കിൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും എത്താൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്താല് മറ്റുള്ളവരുടെ വെറുപ്പും ആ വിദ്വേഷങ്ങളും അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്താല് നമുക്ക് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ഒരു ജേണി നമുക്ക് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ ഒരു സമയത്ത് ഒരു മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ ഏറ്റവും ഹേർട്ടായിട്ടുള്ള കുറച്ച് ഈ ഒരു ഇയറിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഹേർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത്രയും ഹേർട്ടായിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഒരു മൂന്നെണ്ണമെങ്കിലും എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നത് എത്രയാന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് ആ സന്ദർഭത്തിനും അതുപോലെ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കാം. അതുപോലെ അത് ചെയ്ത ആൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക, ഒക്കെ മനസ്സിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ബ്ലെസ്സിങ്സ് കൂടി കണ്ടെത്താൻ പറ്റുമ്പോഴേ ആ ഒരു സംഭവം പൂർണ്ണമായിട്ട് റിലീസായി പോകുന്നുള്ളൂ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരാളുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് റബ്ബ് തീരുമാനിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആൾക്ക് ഞാൻ ഫോർഗിവ്നെസ് കൊടുക്കാതിരുന്നാല് ശരിക്കും റബ്ബിന്റെ സൃഷ്ടിയല്ലേ ആ ഒരാളും, ഞാനും അതെ, ആ ഒരാളും അതെ. അപ്പൊ നമ്മള് ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫി സമാ എന്നല്ലേ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരോടടുത്ത് നമ്മൾ കരുണ കൊടുക്കാതെ കാരുണ്യം ചെയ്യാതെ നമുക്ക് അങ്ങനെയാണ് ആകാശത്തിന്റെ അധിപൻ നമുക്ക് കാരുണ്യം ചെയ്യാം. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം എന്നാലും നമുക്ക് കാരുണ്യം കിട്ടുന്നുണ്ട്.
പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സപ്പെടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിലുള്ള ആ ഒരു മനുഷ്യരോട് എവിടേക്കോ പകയോ റിവെഞ്ചോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോടൊരു കാരുണ്യം കാണിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ വീണ്ടും ഇതൊക്കെ മനസ്സിലാക്കിയാലും നമുക്കും ചിലപ്പോൾ നമ്മളും ഷൗട്ട് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, പല പോരായ്മകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കാം. നമ്മളും മനുഷ്യരാണ്, മലക്കൊന്നുമല്ല അല്ലെ. അപ്പോൾ നമ്മളും വീണ്ടും വീണ്ടും ഓരോ പോരായ്മകളും കാര്യങ്ങളും ചിലപ്പോൾ എന്താ പറയാ, ഈ തോട്ട്സ് തന്നെയാണെങ്കിലും പല തരത്തിലുള്ള തോട്ട്സിലൂടെ നമ്മൾ പോകാം. അപ്പൊ അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കുത്തി നോവിക്കാതെ അവിടെയും നമ്മൾ കാരുണ്യം ചെയ്യണം. എല്ലാവരോടും കാരുണ്യം ചെയ്യാൻ പറ്റണം. ശരിക്കും നമ്മളിങ്ങനെ ഈ ഉം, നമ്മളിപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ ആണെങ്കിലും ശ്രീബുദ്ധൻ അതുപോലെയുള്ള കുറെ സൂഫി മാസ്റ്റേഴ്സിനെ നമുക്കറിയാലോ. അപ്പോ അവരൊക്കെ എല്ലാവരെയും ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടിയാണ്, ഏഹ് എല്ലാവരോടും ഒരു കാരുണ്യത്തോടു കൂടി കാണാൻ പറ്റിയപ്പോഴല്ലേ അവരൊക്കെ അങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സില്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചരിത്രമാണെന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് പറയാം, ഈ ഒരു കോണ്ടസ്റ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ അവിടത്തേക്ക് ഒരു സഹാബി വന്നപ്പോ ആ, ആ സഹാബി മുസ്ലിം അല്ല, ആ സഹാബി സ്വർഗത്തിലാണെന്ന് 3 തവണ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴും ആ ഒരു സഹാബി തന്നെ അവിടെ വന്ന്. അപ്പോ ആ സഹാബിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ അപ്പൊ ആ ഒരു സഹാബി അവിടെ വന്നിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സഹാബിയെ കുറിച്ച് വേറൊരു സഹാബി എന്തുകൊണ്ടാണ് 3 തവണ 3 ദിവസം ഈ സദസ്സിലേക്ക് ആദ്യം വരുന്ന ആള് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ 3 ദിവസവും ഇദ്ദേഹം തന്നെ വരാൻ എന്താണ് കാരണം, എന്ത് അമലാണ് ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ഈ ഒരു സഹാബി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ വേറൊരു സഹാബി വീട്ടിലേക്ക് ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോ ഇദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ അങ്ങനെ വേറെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മനസ്സിലായി. അപ്പൊ ഈ ഒരു സഹാബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ 3 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലാണ്, 3 ദിവസവും ഈ വരുന്ന ആള് സ്വർഗത്തിലാണെന്ന് നിങ്ങളെ കുറിച്ച് പറയാൻ എന്താണ് കാരണം എന്ന് ഈ ഒരു സഹാബിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ സഹാബി പറയുന്നുണ്ട്, ഞാനിപ്പോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചിലപ്പോ എൻ്റെ മനസ്സില് വേറൊരാളോടും പകയില്ല, വേറൊരാളോടും വിദ്വേഷമില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എനിക്ക് ആം, അപ്പോ ഈ സഹാബി പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവുക എന്ന്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇയർ എൻഡിങ് ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫോർഗിവ്നെസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ മനസ്സിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് എന്താ പറയാ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ആരോടെങ്കിലും വെറുപ്പുണ്ടായോ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് വിലയിരുത്തുക. നമുക്ക് ഉമർ റളിയല്ലാഹു ഒക്കെ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എപ്പോഴും എന്നെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ സ്വന്തം നഫ്സിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ നേരത്തെ ആരോ എന്തോ സംശയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 ഹവർ പേഴ്സണൽ കൺസൾട്ടേഷൻ തരൂ കേട്ടോ. അപ്പോൾ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാനൊരു ഫോം അയച്ചു തരും, അത് ഫില്ല് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പറയാനും അതിന് അതിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഇൻഷാ അള്ളാ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഒരു സ്ഥലത്തേക്ക് ഒന്ന് മാറിയിരിക്കാം കേട്ടോ.
Take a deep breath in, breathe out. Take a deep breath in, hold on, breathe out. Take a deep breath in, breathe out. നോർമലായിട്ട് ബ്രീത്ത് എടുക്കുക. ഇനി വളരെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യാം. വളരെ റിലാക്സ് ചെയ്ത് ശരീരം മൊത്തം ഒരു റിലാക്സ് സ്റ്റേറ്റിൽ വളരെ സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. നടുവൊക്കെ നിവർത്തി ഷോൾഡറൊക്കെ വിരിച്ച് വളരെ റിലാക്സ് ചെയ്തിരിക്കുക. ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. ആ ഒരു നോർമൽ ആയിട്ടുള്ള ബ്രീത്ത് എൻജോയ് ചെയ്യാം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഈ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് സൃഷ്ടാവിനോട് മനസ്സറിഞ്ഞിട്ട് നന്ദി പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ ഒരു നിമിഷം എനിക്ക് തന്നതിന്, ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നതിന്, എൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നതിന് ഒക്കെ മനസ്സറിഞ്ഞിട്ട് സൃഷ്ടാവിനോട് നന്ദി പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ കൈകൾക്ക്, എൻ്റെ ഹൃദയത്തിന് ഒക്കെ അൽഹംദുലില്ലാ പറയാം. ഇനി നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കണ്ണുകൾ, ഈ കൈകൾ കൊണ്ട് നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത ഇതിലേക്ക് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. ആവശ്യമില്ലാത്തത് ചെയ്തിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത യൂട്യൂബിലെ ഒരു വീഡിയോയിലേക്ക് ചിലപ്പോൾ കൈ പോയിട്ടുണ്ടാവും. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യും. എൻ്റെ കൈ സംസാരിക്കും, എൻ്റെ കണ്ണ് സംസാരിക്കും. എൻ്റെ കണ്ണ് കണ്ട കാര്യങ്ങളൊക്കെ അവിടെ റിവീൽ ചെയ്യപ്പെടും. ആ ഒരു നേരത്ത് ആ ഒരു നേരത്ത് നമ്മൾ നിന്ന് വിയർക്കും അല്ലേ? അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് പറയാം. നമ്മൾ ഹോൾഡ് ചെയ്തു വച്ചിട്ടുള്ള, ഹൃദയത്തിൽ ഹോൾഡ് ചെയ്തു വച്ചിട്ടുള്ള ഒരുപാട് തെറ്റുകൾ, ഓരോ ആളുകളെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് കറുത്ത കുത്തുകൾ വീഴുന്നുണ്ട്. അങ്ങനെ കറുത്ത് പോയിട്ടുള്ള ആ ഒരു ഹൃദയം, ആ ഹൃദയം നമ്മളുടെ കണ്ണുനീരിലൂടെ നമുക്ക് കഴുകി വൃത്തിയാക്കാം. നമ്മളൊക്കെ ഉ- നമ്മളൊക്കെ വളരെ പ്യുവറായിട്ടുള്ള ഹൃദയത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് പിറന്നു വന്നവരാണ്. നമ്മളിനി നമ്മുടെ ജീവിതത്തില് നമ്മള് ആ ഒരു പ്യുവറായിട്ടുള്ള ഹൃദയം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ പ്യുവറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അതിന് ഓരോ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ കാണുക. എന്നിട്ട് അതിനൊക്കെ റബ്ബിനോട് ഫോർഗിവ്നെസ് ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങനെ ഓരോ തവണ ഓരോ തെറ്റുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഹൃദയം ചേർത്ത് വച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് ചൊല്ലാം. ഓരോ തെറ്റുകൾക്കും ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ആ ആ അവയവങ്ങൾ കൊണ്ട് ഓരോ തെറ്റുകളും അത് കഴുകിക്കളയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട്, നിങ്ങളുടെ കൈ കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട്
ഒക്കെ ചെയ്തിട്ടുള്ള നന്മകളെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കിയിട്ടുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടുണ്ടാവും, ഒരുപാട് ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ടാവും, നിസ്കരിച്ചിട്ടുണ്ടാവും, ഓലോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ അൽഹംദുലില്ലാ, ഓരോ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് തന്ന റബ്ബിനോടും അൽഹംദുലില്ലാ പറയാം. അതിന് കൂട്ടുനിന്ന എൻ്റെ കൈകളോടും കണ്ണുകളോടും ഒക്കെ വളരെ നന്ദിയോട് കൂടിയിട്ട് നോക്കാം, നന്ദിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഓരോ അവയവങ്ങൾക്കും നന്ദി പറയാം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞിട്ട് ഹൃദയം ചേർത്ത് വെച്ചിട്ട് റബ്ബിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഇനി നിങ്ങളുടെ കൈകൾ കൊണ്ട്, നിങ്ങളുടെ കാലുകൾ കൊണ്ട്, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, ഇനി എത്ര നിങ്ങളുടെ കാതുകൾ കൊണ്ട്, നിങ്ങൾ എത്ര നിങ്ങളുടെ നാവുകൾ കൊണ്ട് ഒക്കെ നിങ്ങൾ എത്ര ഭംഗിയിലാണ് ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലൊന്ന് കാണാം. നിങ്ങൾ എങ്ങനത്തെ ലൈഫാണ് നിങ്ങളുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും ഇനി ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊന്ന് മനസ്സിൽ കാണാം. ആവശ്യമില്ലാത്തത് കഴുകിക്കളഞ്ഞ ഒരുപാട് റബ്ബ് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളിലും നന്ദി പറഞ്ഞിട്ടുള്ള ആ ഒരു മനസ്സിലൂടെ നമ്മൾ ഇനി നമ്മുടെ ഓരോ അവയവങ്ങളും ഏത് രൂപത്തിൽ നന്മകൾ ചെയ്യുന്നതാകണം എന്ന് നമ്മൾ കാണുമ്പോൾ അതിന് ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇനി എങ്ങനെയാണ് എൻ്റെ കാതുകളാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ നാവാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ കണ്ണാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ കൈകളാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു രൂപത്തില് എങ്ങനെയൊക്കെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു രൂപത്തിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അൽഹംദുലില്ലാ. ഈ ഒരു സമയത്തില് ഇവിടെ ഇരിക്കാനും എൻ്റെ മനസ്സിനെ വൃത്തിയാക്കാനും ഒക്കെ പറ്റിയതിന് നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞ് നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമൽ ആയിട്ടുള്ള ബ്രീത്ത് എടുക്കാം. നിങ്ങളുടെ രണ്ട് കൈകളും കൂടിയിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് എന്ത് ചെയ്യാം, റബ്ബ് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ തടവുക. ആ ഒരു എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും മെഡിറ്റേഷനും കഴിഞ്ഞവർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ഒന്ന് സംസാരിക്കുകയോ ചെയ്യാം. ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനോ മറ്റുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കാനോ ഒക്കെ ഫിയർ ഉള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോ ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന എന്നെ ഒന്നിനും കൊള്ളൂല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യില്ല. നമ്മളെ പോലെ ഒന്ന് ജീവിതം ഒന്ന് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ.
എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നില്ലേ? എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയോ? എല്ലാവരും എന്ത് ചെയ്യുക, ദുആകളിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണം, പേഴ്സണൽ സിറ്റിംഗ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഒന്ന് പറയാം കേട്ടോ. ജംഷത്ത് എന്നല്ലേ, ജംഷത്ത് എന്നല്ലേ പേര്? ഓക്കെ, ഇൻഷാല്ല. ജംഷത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? ബ്രേക്ക് ചെയ്യാട്ടോ. ക്ലിയർ ആണോ ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് ടൈമിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാട്ടോ. ഓക്കെ, ഇൻഷാല്ല. ഇപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രവർത്തിക്കാനും റബ്ബ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏഹ്, ജീവിതം നമുക്ക് നയിക്കാനും ഒക്കെ പറ്റട്ടെ. ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ അവയവങ്ങൾ കൊണ്ടൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്മുടെ ജീവിതം കണ്ടിട്ട് സന്തോഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ പരസ്പരം നമ്മൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെഷൻ ഇതുപോലെ സാറ്റർഡേ, എല്ലാ സാറ്റർഡേയിലും ടോക്ക് ഉണ്ടാവും. ജംഷത്ത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ, സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വളരെ സന്തോഷായി. മെഡിറ്റേഷനിൽ ഞാൻ ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ സന്തോഷായി. ഓക്കെ, ഇൻഷാ അല്ലാ. അടുത്ത നമ്മുടെ ന്യൂ ടോക്സിന്റെ ഗ്രൂപ്പിൽ ഇല്ലല്ലോ അല്ലെ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഇൻഷാ അല്ലാ. അത് ഏതാണ് ഗ്രൂപ്പ്? അത് ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരാം ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ, ഓക്കെ, ഇൻഷാ. ശരി. അപ്പോ വേറെ ആർക്കും ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും പരസ്പരം ദ്വായിലൊക്കെ ഉൾപ്പെടുത്തുക. അടുത്ത സാറ്റർഡേയിലും ഇതുപോലെ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആരുടെങ്കിലും ഒക്കെ ഒരു ലൈഫ് നമ്മളിലൂടെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവരിത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ മെഡിറ്റേഷനിലൂടെ ഒക്കെ ഒന്ന് പോയിട്ട് ഒരു തവണ മനസ്സറിഞ്ഞൊന്ന് അൽഹംദുലില്ലാ പറയാൻ പറ്റിയാല്, അസ്തഗ്ഫിറുല്ലാ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ 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 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഹൃദയത്തിൽ തട്ടിയിട്ടൊന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമില്ലേ? അപ്പോൾ നമ്മളിലൂടെ ഒരാളൊന്ന് സന്തോഷിച്ചാല് അതാണ് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള ഒരു കാര്യല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കാണാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.